പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മള് അസിയാമിലൂടെയാണ് കടന്നുപോയത്. അസിയാമിൽ നിന്ന് സൗമിലേക്ക് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. ഇപ്പോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈദുൽ ഫിത്തർ എന്നൂടെയാണ്. ഈദുൽ ഫിത്തർ എന്നുള്ളതിന് ചെറിയ പെരുന്നാൾ എന്നാണ് നമ്മളതിന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താറുള്ളത്. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞ ചെറിയ എന്നതിന് അർത്ഥമില്ല. എങ്ങനെയാണ് ഈ ചെറിയ പെരുന്നാൾ എന്ന അർത്ഥം വന്നത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ആദ്യമായി എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസിക്കുന്നു. ഈദുൽ ഫിത്തർ അറബിയിലെ ആശംസകൾ പറയാറുള്ളത് വകുല്ലു ആമിൻ വ ജമീഉൽ അഹ്ലി വൽ അസ്തിഖാഇ വൽ അഹ്ബാബി ബി അൽഫി ഖൈറിൻ വ അൽഫ് ഖൈർ എന്നാണ് പറയാറുള്ളത്. അതിനർത്ഥം എൻ്റെ എല്ലാ ആളുകൾക്കും, എല്ലാവർക്കും, സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം 1000 ആശംസകൾ എന്നാണ് പറയാറുള്ളത്. ആദ്യമായി എൻ്റെ സഹോദരങ്ങൾക്കും ഞാൻ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു. എന്താണ് ഈ അൽഫ് ഖൈർ എന്ന് പറഞ്ഞാൽ? സത്യത്തിൽ 1000 എന്നാണ് പറയാറുള്ളത്. അൽഫുൻ 1000 എന്നാണ്. പക്ഷെ ഖുർആനിൽ ഈ അൽഫ് തഅലീഫ് എന്നുള്ളത് അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തഅലീഫ്, ഇപ്പൊ അൽഫ് ഖൈർ എന്ന് പറഞ്ഞാൽ തഅലീഫുൽ ഖയാറാത്തി ജദീദ വ അദീദ എന്നാണ് അതിൻ്റെ വൈജ്ഞാനികമായ തലം. അത് അറബിയാണ്. നമുക്കറിയാലോ തഅലീഫുൽ ഖയാറാത്താണ്. തഅലീഫ് എന്ന് പറഞ്ഞാൽ അല്ലഫ യുഅല്ലിഫു തഅലീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രചന നടത്തുക എന്ന്. ഒരു പുസ്തകം തഅലീഫുൽ കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തക രചന. എന്താ ഒരു പുസ്തക രചനയിൽ നമ്മൾ ചെയ്യുന്നത്? ആ വിഷയ സംബന്ധമായ എല്ലാ അറിവുകളെയും ശേഖരിച്ചൊരു പുസ്തകമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് ലഭിക്കാവുന്ന അറിവുകളൊക്കെ ശേഖരിച്ച് കൂട്ടി ഒരു പുസ്തക രൂപത്തിലാക്കുന്നതാണ് തഅലീഫ്. എന്ന പോലെ തഅലീഫുൽ ഖയാറാത്ത് ജദീദ, പുതിയ പുതിയ നന്മകൾ ഓരോ മനുഷ്യനിലും ഒരുമിച്ച് ചേർക്കലാണ് വിവിധങ്ങളും പുതിയതുമായ. അതാണ് തഅലീഫുൽ ഖയാറാത്തി ജദീദ വ അദീദ എന്ന് പറയുന്നത്. ജദീദായതും അദീദായതുമായ ഖയാറാത്തുകൾ ഒരാളിൽ തഅലീഫ് ഒരുമിച്ച് ചേർക്കലാണ് സത്യത്തിൽ അൽഫ് ഖൈർ എന്ന് പറയുന്നതിൻ്റെ വൈജ്ഞാനികമായ തലം. എന്നതുപോലെ ഈദുൻ ഫിത്റുൻ സഈദ് എന്നാണ് പറയാ. ഈദ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈദ് എന്ന് പറഞ്ഞാൽ ആഘോഷം എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ പറയുക. ആഹ്ലാദം, ആഘോഷം, ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മൾ മലയാളത്തിൽ അതിന് അർത്ഥം പറയാനുള്ളത്. സത്യത്തിൽ അൽ ഔദത്താണ്, മടക്കമാണ് സത്യത്തിൽ അത്. അൽ ഇആദത്താണ് സത്യത്തിൽ അത്. ഒരാളുടെ തിരിച്ചുപോക്കാണത്, തിരിച്ചു മടങ്ങിപ്പോകലാണത്. ഔദത്താണ്, തിരിച്ചു മടങ്ങലാണ് ഒരാളുടേത്. ഏതിലേക്ക്? ഫിത്തർ, അവൻ്റെ ഫിത്തറത്തിലേക്ക്, അവൻ്റെ ശുദ്ധമായ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് അത്. സിയാമിന് ശേഷം ഫിത്തർ നിർബന്ധമാണ്. സിയാമ് നടത്തുന്ന ഒരു വ്യക്തിക്ക്, സൗമ് നടത്തുന്ന ഒരു വ്യക്തിക്ക് ഈദുൽ ഫിത്തർ
തൻ്റെ ശുദ്ധമായ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്ക് ലാബുദ്ധ, അറബിയിൽ ലാബുദ്ധ എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ് എന്നാണ് അർത്ഥം. ലാബുദ്ധ നിർബന്ധമാണ് ഈദുൽ ഫിത്തർ. അപ്പോൾ ആ ഈദുൽ ഫിത്തറിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈദ് ഫിത്തർ സഈദ് എന്ന് പറയും. സഈദ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഭാഷാപരമായ തലത്തിലേക്ക് പോകുമ്പോൾ സഈൻ ലി ദലാലാത്തിൻ ജദീദ എന്നാണ് അതിൻ്റെ അർത്ഥം. അവനിൽ പുതിയ പുതിയ തെളിവുകൾ, അറിവുകൾ, അവനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള അറിവുകളുടെ ശേഖരിക്കാനും കണ്ടെത്താനുള്ള ഒരാളുടെ സഈയാണ് ഒരാളുടെ സഈദ് എന്ന് പറയുന്നത്. അപ്പോഴാണ് അവന് സൗഭാഗ്യം എന്നാണ് അതിനർത്ഥം പറയാറുള്ളത്. സഈദ് എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അവന് സൗഭാഗ്യത്തിലെത്തുക. അപ്പൊ ഈ വാക്കുകളൊക്കെ ഈദ് ഫിത്തർ സഈദ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ വൈജ്ഞാനികമായ തലാണ് പറയണത്. അതിൻ്റെ പാരമ്പര്യ അർത്ഥം സൗഭാഗ്യപൂർണമായ ഒരു ചെറിയ പെരുന്നാൾ എന്നാണ് അതിന് പറയാറുള്ളത്. നേരെ മറിച്ച് നമ്മുടെ ശുദ്ധമായ സഈൻ ലി ദലാലാത്തിൻ ജദീദ, പുതിയ പുതിയ തെളിവുകൾ, അറിവുകൾ, ദലീലത്തുകളും ഒക്കെ കണ്ടെത്തി ഒരു മനുഷ്യൻ തൻ്റെ ശുദ്ധമായ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്ക്, മടങ്ങിപ്പോക്ക് എന്നാണ് അതിൻ്റെ മലയാളം. അതിൻ്റെ വൈജ്ഞാനികമായ അതിൻ്റെ ശരിക്ക് വാക്കുകളുടെ അർത്ഥം നമ്മൾ പറയും. അതാണ് ഞാൻ പറയുന്നത്. ഒരു സിയാമു നടത്തുന്ന വ്യക്തി, സിയാമു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തലും സൗമ് അതിലെ തറദ്ദുദാത്തു സലബിയ, നെഗറ്റീവായ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ പകയുണ്ട്, വിദ്വേഷമുണ്ട്, അസൂയയുണ്ട്, ഭയമുണ്ട്, അഹങ്കാരമുണ്ട്, ഇങ്ങനെ അതിൻ്റെ നെഗറ്റീവായ ഒരുപാട് വശങ്ങളുണ്ട് മനസ്സിന്. അതിനോടൊക്കെ സുമ്മും ബുക്കുമുൻ ഒമ്മിയും എന്ന് പറയില്ല, അതിനോട് നമ്മുടെ ചെവിയും ചിന്തയും ഒക്കെ ബോധതലവും ഒക്കെ അടച്ചു വെക്കുക, അവിടേക്ക് പോകണ്ടെന്നർത്ഥം. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവന് ഈദുൽ ഫിത്തർ അനിവാര്യമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് സൗമ് നടത്തിയ വ്യക്തിക്ക് ഈദുൽ ഫിത്തർ അനിവാര്യമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഈ വർഷങ്ങളുടെ ആവർത്തനങ്ങൾ ഇങ്ങനെ നടക്കുക, അതാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ഈദുൽ ഫിത്തർ എന്നാണ്. ഓരോ വർഷം ഇങ്ങനെ പുതിയ വർഷങ്ങൾ വരിക. ഈ വ്യക്തിയുടെ ചിന്തക്കോ ബുദ്ധിയിലേക്കോ ബോധത്തിലേക്കോ പുതിയ അറിവുകളോ ചിന്തകളോ പുതിയ മനസ്സിലാക്കലുകളോ ഒന്നും കടന്നു വരുന്നില്ല. നൂറ്റാണ്ടുകളായി അവനിൽ അടിഞ്ഞുകൂടിയ ഒരുപാട് വിശ്വാസങ്ങള്, ആചാരങ്ങള്, കെട്ടുകഥകള്, ഊഹങ്ങള്, അവയെയൊക്കെ അതേപടി നിലനിർത്തുകയും അവനൊരു ഫിക്റും ജദീദ, ഒരു മഫ്ഹൂമും ജദീദ, അല്ലെങ്കിൽ ഉലൂമും ജദീദ, മആരിഫും ജദീദ, അറിവുകള്, ജ്ഞാനങ്ങള്, മനസ്സിലാക്കലുകള്, ചിന്തകള്, ഇതൊന്നും അവനിൽ ഒരു തത്വീർ, ഒരു ഡെവലപ്മെന്റ്, വൈജ്ഞാനികമായ ആത്മീയമായ ഒരു പുരോഗതിയും അവനിൽ സംഭവിക്കാതെ ഓരോ വർഷവും ഇതിങ്ങനെ ആവർത്തിച്ച് വരിക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, പുതിയ ചെരുപ്പുകൾ ധരിക്കുക, ഭക്ഷണപാനീയങ്ങൾ നല്ല ആർഭാടമായി കഴിക്കുക, എവിടേക്കെങ്കിലും ടൂറ് പോവുക, വിസിറ്റ് നടത്തുക, ഇതൊക്കെയാണ് സത്യത്തിൽ ഇന്നത്തെ ഈദുൽ ഫിത്തർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. പക്ഷേ മുസ്ഹഫും അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ അതല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഫഅഇദ്ദു അൽ ഇദ്ദത്ത എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. എന്താ അഇദ്ദു അൽ ഇദ്ദത്ത? ഇഅ്ദാദ്, നമ്മൾ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് വേണ്ടത്. അല്ലാതെ യുദ്ധത്തിന് വേണ്ട എല്ലാ ആയുധങ്ങളും ഒരുക്കി യുദ്ധത്തിന് പോകുക എന്നുള്ള അർത്ഥത്തിനല്ല. അത് ബാഹ്യമായ അർത്ഥത്തിൽ അങ്ങനെ മനസ്സിലാക്കിയാലും അതിൻ്റെ ആത്മീയമായ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പുരോഗതിക്ക് വേണ്ട, നമ്മുടെ ആത്മീയമായ പുരോഗതിക്ക് വേണ്ട സർവ്വവിധ
ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നമ്മൾ നടത്താനാണ് പറയണത്. അതാണ് സിയാമ് മഅദൂദാത്താണെന്ന് പറയണത്. അതല്ല എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിന്നല്ല. അപ്പൊ അത് അതുപോലെ തന്നെ ഖുർആൻ പറയണ്ടല്ലോ, ഫൈൻ ഉത്തും ഉദിന, നിങ്ങള് ഈ ആദത്ത് നിങ്ങൾ മടങ്ങി വന്നാൽ ഉദിന, നാം മടങ്ങി വരും എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം നമ്മളിൽ നിന്ന്, അള്ളാഹു നമ്മളിൽ നിന്ന് അകന്നു പോയി നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, തിരിച്ചു മടങ്ങുകയാണെങ്കിൽ അള്ളാഹു നമ്മളിലേക്ക് തിരിച്ചു വരും. അവന് വേറെ ദൂരെ എവിടേക്കോ പോവുകയാണെന്നുള്ള അർത്ഥത്തിനല്ല. നമ്മള് പുതിയ അന്വേഷണങ്ങൾ, പഠനങ്ങൾ, അവനിലും തത്വീർ, അവനിൽ ഇദ്റാക്ക്, മഫ്ഹൂമുകൾ, പുതിയ ജദീദ, ഇതൊക്കെ പുതിയതായിട്ട് അവനിലേക്ക് വരിക. അവന് അതിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, അവന്റെ ഫിത്രത്തിലേക്ക് അവന് മടങ്ങി വരാൻ തയ്യാറാകുകയാണെങ്കിൽ, അതിനു വേണ്ട ശ്രമങ്ങൾ അവന് നടത്തുകയാണെങ്കിൽ, അപ്പോൾ ദൈവികമായ അറിവുകൾ, ആത്മീയമായ അറിവുകൾ അവന് കിട്ടും. പൈശാചികമായ അറിവുകളിൽ നിന്ന് അവൻ അകന്നു നിന്ന് ദൈവികമായ അറിവുകളിലേക്ക് അവൻ അടുക്കും. അവൻ തിരിച്ചു പോകുന്നതാണ് അർത്ഥം. അതാണ് ഫൈൻ ഉത്തും ഉദിന എന്ന് പറഞ്ഞാൽ. നിങ്ങള് മടങ്ങാൻ തയ്യാറല്ല, നിങ്ങൾ ഏതിന് ഔദത്തിന് നിങ്ങൾ തയ്യാറല്ല എങ്കിലും ഞാനും മടങ്ങി നിങ്ങളിലേക്ക് മടങ്ങൂല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളിൽ ഉണ്ടാകുക പൈശാചികതയാണ്, ദൈവികതയല്ല എന്നർത്ഥം. ഇതാണ് ആ പറഞ്ഞതിന്റെ സാരം. അപ്പോഴാണ് എന്ന് പറയുന്നത്. അതാണ്, നിങ്ങൾ മടങ്ങി വരൂ എന്നാൽ ഞാൻ മടങ്ങി വരാം എന്ന് പറയും. അപ്പോ നാം എത്തിപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുതിയ പുതിയ മനസ്സിലാക്കലുകളും പുതിയ പുതിയ കണ്ടെത്തലുകളും ആണ് നടത്തേണ്ടത്. അല്ലാതെ ഒരേ ചിന്തയിൽ, ഒരേ മനസ്സിലാക്കലില് എല്ലാ കാലഘട്ടത്തിലും അതിലിങ്ങനെ ഉറച്ചു നിൽക്കലല്ല. അതിൽ മുസ്ബത്തായിട്ട്, അതിൽ ജാമിദായി, അതിൽ ബക്കാ ആയി നിൽക്കലല്ല. ബക്കാ എന്ന് പറഞ്ഞാൽ ബാക്കിയാകുക, അതിൽ അവശേഷിക്കുക, അതിൽ സബാത്ത് ഉറച്ചു നിൽക്കുക, അതിൽ ജുമൂദ്, അതിൽ നിർജീവമായ അവസ്ഥയിൽ അങ്ങനെ നിൽക്കുക. ഒരു മാറ്റമില്ല. എങ്ങനെ പിന്നെ അവനിൽ ഈദുൽ ഫിത്തർ ഉണ്ടാകുക? ഒരു മാറ്റം അവനിൽ അവന് സബാത്താണ്, അതിൽ ബക്കാ ആണെങ്കിൽ അവന് ഒരുപാട് പുതുവസ്ത്രം ധരിച്ചിട്ടെന്ത്, പുതിയ പുതിയ ചെരുപ്പുകൾ ഇട്ടിട്ടെന്ത്, നല്ല നല്ല ഫുഡ് കഴിച്ചിട്ടെന്ത്, ടൂറ് പോയിട്ടെന്ത് കാര്യം? ഓരോ വ്യക്തിയിലും മാറ്റണം. അത് ഞാൻ മുമ്പ് സംഘടനയല്ല മാറേണ്ടത്, വ്യക്തിയാണ് മാറേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇപ്പൊ നടക്കുന്നത് മതം മാറ്റവും സംഘടനകളുടെ മാറ്റവുമാണ് നടക്കുന്നത്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക്, ഒരു സംഘടനയിൽ നിന്ന് മറ്റൊരു സംഘടനയിലേക്ക്. പക്ഷേ മുസ്ഹഫ് ഉദ്ദേശിക്കുന്നത്, ഖുർആൻ ഉദ്ദേശിക്കുന്നത് വ്യക്തിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കേണ്ടത്. വ്യക്തിയില് അവന്റെ ഉള്ളിലെ അറിവുകളും അവന്റെ ജ്ഞാനങ്ങളുമാണ് ദിവസേന മാറിക്കൊണ്ടിരിക്കേണ്ടത്. മറ്റത് ബാഹ്യമായ തലമാണ്. അവന്റെ വസ്ത്രം, ഭക്ഷണം, അതൊക്കെ അവന്റെ ബാഹ്യമായ തലങ്ങൾ. അവന്റെ ആന്തരികമായ തലത്തിലാണ് സത്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. അവിടെയാണ് ദിനേന ഡെവലപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന് ഈദുൽ ഫിത്തർ സംഭവിക്കുന്നത്. അവന്റെ ശുദ്ധമായ പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പൊ കാലഘട്ടത്തിന്റെ, വർഷങ്ങളുടെ ആവർത്തനമല്ല. ഞാൻ ചുരുക്കി പറയുമ്പോൾ, വർഷങ്ങൾ ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ ആവർത്തിച്ച് വരിക. അങ്ങോട്ട് കുല്ലു ആമിൻ ബി ഖൈർ, കുല്ലു ആമിൻ വ അൽഫ് ഖൈർ എന്നിങ്ങനെ പറയാ എന്നതുകൊണ്ട് അതല്ല നടക്കേണ്ടത്. ഞാൻ അതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, അവനിൽ തഅലീഫുൽ ഖയാറാത്താണ് നടക്കേണ്ടത്. എങ്ങനത്തെ ഖയാറാത്തുകൾ? ജദീദ, അദീദ, പുതിയ തജ്ദീദ്, പുതിയ പുതിയ നന്മകൾ ഓരോന്നും അവന്റെ സ്വഭാവങ്ങളിൽ, കർമ്മങ്ങളിൽ, അവന്റെ സ്വഭാവങ്ങളിൽ, കർമ്മങ്ങളിൽ കടന്നു വരികയാണ് വേണ്ടത്. അതാണ് പിന്നെ
ഹർക്കത്തും ബഅദ സുക്കൂൻ, നിശ്ചലമായ അവസ്ഥയ്ക്ക് ശേഷം അവനിൽ ചലനാത്മകത ഉണ്ടാകുകയാണ് വേണ്ടത്. ലൈലിന് ശേഷം അവനിൽ ഒരു നഹാർ ഉണ്ടാകുകയാണ് വേണ്ടത്. സിയാമിന് ശേഷം അവനിൽ ഈദുൽ ഫിത്തർ ഉണ്ടാകുകയാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അവനിൽ ഒരു ഇരുളടഞ്ഞ അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊരു പ്രഭാതത്തിൻ്റെ, ഒരു ജ്ഞാനത്തിൻ്റെ പ്രഭാതം, ഒരു ജ്ഞാനത്തിൻ്റെ നഹാർ അവനിൽ ഉദിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് സത്യത്തിൽ ഈദുംബിൽ ജദീദ് എന്ന് പറയുന്നതാണ്. ഈദുംബിൽ ജദീദ് മിനൽ അഫ്കാരി വ തജാറുബി വ തഹദീസാത്ത് എന്ന് പറയുന്നത് അതാണ്. ഈദുംബിൽ ജദീദ്, പുതിയ പുതിയ അറിവുകളിലേക്കുള്ള അവൻ്റെ മടക്കമാണ് വേണ്ടത്. വൽ അഫ്കാർ, ചിന്തകളിലേക്ക്, വ തജാറുബ്, എക്സ്പീരിയൻസുകൾ, പുതിയ പുതിയ അനുഭവജ്ഞാനങ്ങളിലേക്ക് അവന് കടന്നു വരികയാണ് വേണ്ടത്. അതാണ് അവൻ്റെ. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, മലാബിസുകൾ, അഹദിയത്തുകൾ, അഹദിയത്ത് എന്ന് പറഞ്ഞാൽ നല്ല ചെരുപ്പുകളൊക്കെ ഇടുക, മലാബിസ് വസ്ത്രങ്ങളൊക്കെ ഇടുക, നല്ല താമ്, നല്ല ഷറാബ്, നല്ല പിന്നെ സിയാറാത്തുകൾ, ഇതൊക്കെ ടൂറുകൾ, സന്ദർശനങ്ങൾ, സ്ഥലങ്ങളുടെയും മറ്റൊക്കെ സന്ദർശനങ്ങൾ, ഇതൊന്നും അല്ല വേണ്ടത് എന്നാണ്. അതാണ് ഈദുൽ ഫിത്തർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ആ ശുദ്ധമായ പ്രകൃതിയിലേക്ക്. നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, സൂറത്ത് മായിദയിൽ 114 വചനത്തില് ഈസബിന് മറിയം പറയുന്നതായിട്ട് അല്ലാഹുമ്മ അൻസിൽ അലൈന മായിദത്തം മിനസ് സമായി എന്ന് പറയുന്നുണ്ട്. ആ സമായിൽ നിന്നുള്ള മായിദത്ത്, നമ്മുടെ ഉന്നതമായ ബോധതലങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന, അതാണ് നമ്മളിൽ പുതിയ തെൻസീലുകളാണ് ഉണ്ടാകേണ്ടത്. തെൻസീലുകളാണ് നമ്മളിൽ പുതിയത് ഉണ്ടാകേണ്ടത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങളുടെ ഭക്ഷണപാനീയങ്ങൾ, ജിസ്മിന്, ശരീരത്തിന് കൊടുക്കുന്ന ഭക്ഷണപാനീയങ്ങളുടെ തടയലിൻ്റെ നിഹായത്തല്ല ഈദുൽ ഫിത്തർ, മറിച്ച് ബിദായത്തുൽ ഇംതില ആണ് സത്യത്തിൽ ഈദുൽ ഫിത്തർ എന്ന് നാം മനസ്സിലാക്കണം എന്ന് മുമ്പ് ഞാൻ പറഞ്ഞത്. അത് അറബിയാണ് പറഞ്ഞത്. നിഹായത്ത് എന്ന് പറഞ്ഞാൽ അവസാനം. ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്നതിൻ്റെ ലാസ്റ്റ് അല്ല ഈദുൽ ഫിത്തർ, മറിച്ച് നമ്മളിലേക്ക് പുതിയ പുതിയ ഉലൂമുകൾ, മആരിഫുകൾ, മഫ്ഹൂമാത്തുകൾ, അഫ്കാറുകൾ, ചിന്തകൾ, മനസ്സിലാക്കലുകൾ, അറിവുകൾ, ജ്ഞാനങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നിറക്കുന്നതിൻ്റെ തുടക്കമാണ് സത്യത്തിൽ ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. അതാണ് ഈദുൽ ഫിത്തർ. നിഹായത്തുൽ ഇംതിന അല്ല, ബിദായത്തുൽ ഇംതില ആണ് എന്ന് ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചത് അതുകൊണ്ടാണ്. നിഹായത്തുൽ ഇംതിന അല്ല. ഇംതിന എന്ന് പറഞ്ഞാൽ ഇംതിനാഉ തആമി വശറാബ്, ഭക്ഷണപാനീയങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതിൻ്റെ ലാസ്റ്റ് അല്ല, മറിച്ച് ബിദായത്തുൽ ഇംതില ആണ് സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. അതാണ് അവനിൽ ഇൻഫിത്താർ നടക്കുകയാണ് അവൻ്റെ. അസ്സമാഉ മുൻഫത്തിറും ബിഹി എന്ന് പറഞ്ഞല്ലോ സൂറത്ത് റൂമിൻ്റെ 30-ാമത്തെ വചനത്തില്, 30-31, അതായത് 60 വചനാണ്. അതിൻ്റെ മധ്യത്തിൽ പറയുന്നുണ്ട്, ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തുല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ എന്ന് പറയുന്ന അതാണ് ആ ഫിത്രത്തുന്നാസ്, ആ ഫിത്രത്തുന്നാസല്ല, ആ ഫിത്രത്തുല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, ആ ഫിത്രത്തിലേക്ക്. അതന്നെയാണല്ലേ എപ്പോഴും പറയാനുള്ള ഒരു ഹദീസ് സദാ നമ്മുടെ ജ്ഞാനികളായ പണ്ഡിതന്മാർ പറയാറുണ്ട്, വകുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന് പറയും. എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധമായ പ്രകൃതിയിലാണ് ജന്മമെടുക്കുന്നത്, ജനിക്കുന്നത്. എന്താണ് അവിടെ ഫിത്ര? എന്താണ് അവിടെ ഫിത്ര? ചെറിയ പെരുന്നാൾ, ചെറിയ എന്നാണോ അതിൻ്റെ അർത്ഥം? വകുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന് പറയുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. പിന്നെ ഫഅബവാഹു യുഹവ്വിദാനിഹി വ
യുനസ്സിറാനിഹി യുമജ്ജിസാനിഹി എന്നൊക്കെ പിന്നെ തുടർന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വൈജ്ഞാനിക തലം വേറെ ഉണ്ട്, അത് വേറെ വിശദീകരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫിത്ര എന്ന് പറയുന്നത് അവൻ്റെ ശുദ്ധമായ പ്രകൃതിയാണ്. അതാണ് ഫിത്രത്തുള്ള. അതിലേക്കുള്ള ഔദത്താണ്, അതിലേക്കുള്ള ഇആദത്താണ്, അതിലേക്കുള്ള തിരിച്ചുപോക്കാണ് സത്യത്തിൽ അവൻ്റെ ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. അതാണ് അസ്സമാഉ മുൻഫത്തിറും ബിഹി എന്ന് പറയുന്നത്. സമായിലാണ് ഇൻഫിത്താർ നടക്കേണ്ടത്. അവൻ്റെ ഉന്നതമായ ബോധതലം പിളർന്ന് അത് തുറക്കുമ്പോൾ, അത് അതിൻ്റെ ശുദ്ധമായ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അതെന്ത് ചെയ്യും? അപ്പോൾ അവൻ്റെ അർളിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് യൗമ തുബദ്ദലുൽ അർളു വൈറൽ അർളി വസ്സമാവാത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഭൂമിനെ ആകെ, നമ്മൾ ഈ വസിക്കുന്ന ഭൂമിയെ ആകെ നശിപ്പിച്ച് ഇല്ലാതാക്കി വേറൊരു ഭൂമിയെ കൊണ്ടുവരുന്നതാണ് നമ്മൾ. സത്യത്തിൽ നമ്മുടെ അർളുൻ നഫ്സിനെയാണ് പകയുടെയും വിദ്വേഷത്തിൻ്റെയും ശത്രുതയുടെയും. ലോകത്തിൻ്റെ ആകെ പ്രശ്നം അതാണ്. അത് ലോകം മനസ്സിലാക്കണില്ല ഇതുവരെയായിട്ട്. ഇത് അവസാനിപ്പിച്ചാൽ അങ്ങനെ അവനിൽ പുതിയൊരു ഭൂമിക, അവൻ്റെ മനസ്സിൻ്റെ ഭൂമിക പുതിയതായി വരികയാണ്. അവനിൽ സ്നേഹമാണ് പിന്നെ അവനിൽ ഉണ്ടാകുക. എല്ലാ മനുഷ്യരോടും എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും കരുണയുമാണ് അവനിൽ ഉണ്ടാകുക. അവനാരും ശത്രു ആയിട്ടില്ല, അല്ലാത്തൊരവസ്ഥയിലേക്കാണ് അവൻ. അതാണ് അസമാവ് മുൻഫത്തിർ. ആ ഒരു അവസ്ഥയിലേക്ക് അവന് മാറാൻ അതാണ് ഖയാർ, തൈലീഫുൽ ഖയാറാത്തും ജദീദ അവനിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നല്ല നല്ല വസ്ത്രങ്ങൾ ബാഹ്യമായ രീതിയിലിട്ട് ഭക്ഷണപാനീയങ്ങൾ നല്ല ബിരിയാണിയൊക്കെ പിന്നെ കഴിച്ചിട്ട് എന്താ കാര്യം എന്ന് ഞാൻ ചോദിച്ചത് അതാണ്. ഈ വ്യക്തിയിലാണ്, അവൻ്റെ അഫ്കാറുകളിലാണ്, അവൻ്റെ മഫ്ഹൂമാത്തുകളിലാണ്, അവൻ്റെ ഉലൂമുകളിലാണ്, അവൻ്റെ മആരിഫുകളിലാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതാണ് അസ്സമാഉ മുൻഫത്തിറും ബിഹി എന്ന് പറയുന്നത്. അല്ലാതെ മുകളിലുള്ള നമ്മൾ പന്തൽ പോലെ കാണുന്ന മുകളിൽ പന്തൽ പോലെ ഒരു ആകാശം അവിടെ ഉണ്ട് എന്ന് നമ്മൾ ധരിച്ചിട്ട് അതൊക്കെ ആകെ പൊട്ടി തകർന്ന് തരിപ്പണമാവുന്ന വേളാന്നൊന്നല്ല. നമ്മുടെ ഉള്ളിലെ സമായിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അർളുൻ നഫ്സിൽ തബ്ദീൽ. അതാണ് യൗമ യുബദ്ദലുൽ അർളു. അവൻ്റെ അർളുൻ നഫ്സിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെയാണ് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പറയാനുണ്ടാവും. അതാണ് സൂറത്തു അൽ മാഇദയിലെ 114 വചനത്തിലാണ് മാഇദത്തും മിനസ് സമാഉ പറയുന്നത്. ഖുർആനിൽ 114 അധ്യായങ്ങളാണുള്ളത് എന്ന്, മുസ്ഹഫിൽ 114 അധ്യായങ്ങളാണുള്ളത് എന്നൊന്ന് മനസ്സിലാക്കുക. അതിലെ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സലാം.